ഗൈസ്, ഇത് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വ്ളോഗാട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇന്ത്യനൊരു അമ്പലത്തേക്ക് പോയപ്പോൾ എടുത്തൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ കണ്ടു നോക്കൂ ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങളൊക്കെ ചെറുതായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ദിവസം സൺഡേ ആട്ടോ. കാരണം എന്താ വെച്ചാൽ സാധാരണ സ്കൂളിൽ പോകാൻ 9 മണിക്ക് നിൽക്കണമെങ്കിൽ ഈ സൺഡേ ഞങ്ങൾ അച്ഛൻ 6 മണിക്ക് നിയമിക്കും അമ്പലത്തേക്ക് പോകാൻ. അഥവായിട്ട് ഞങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ അമ്പലത്തേക്ക് പോകാതെ ഇരുന്നാലോ, അന്നാണെങ്കിൽ അച്ഛനോട് ഞങ്ങളെപ്പറ്റി ചോദിക്കാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. ഓള് ചോദിച്ചു, അവൾ ചോദിച്ചു, ഇങ്ങോട്ട് ചോദിച്ചു, എനിക്ക് മോശമായി, എനിക്ക് നിങ്ങളില്ലാത്തവർ എനിക്ക് മോശമായി എന്നും പറഞ്ഞിട്ട് ഒരു വാഴ്ത്താള പാട്ടായിരുന്നു ഗൈസ് അത്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പം അമ്പലത്തേക്ക് ഞാൻ പോതി കേട്ടോ. കാരണം ഞങ്ങളെ വീട്ടിൽ നിന്ന് ആണ്ടിനോ സംക്രാന്തിക്കോ പോയാലായി അങ്ങനെ കേട്ടോ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഗൈസ്. അപ്പം ഞങ്ങൾ വന്നത് കോട്ടക്കൽ ഇന്ത്യന്നൂർ അമ്പലത്തിൽ കേട്ടോ. ഒരു ഗണപതി ക്ഷേത്രമാണ്. നമ്മൾ പണ്ടേ കുറേ മുന്നതിനെ വരേണ്ട അമ്പലം കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബിൾ അമ്പലമാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെതൊക്കെ എന്നെ നേരത്തെ ഫസ്റ്റിനെ കാണിച്ചില്ലേ, ഭയങ്കര എന്താ പറയുക, അധികമൊന്നും ആൾക്കാരില്ലെങ്കിലും കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ളത് അവിടുത്തെ പ്രസാദം കേട്ടോ. ഒരു ഉണ്ണിയപ്പം, ഒരു വലിയൊരു അപ്പമാണ്. അതിന് എത്ര വെന്തില്ലെങ്കിലും, എത്ര കാണാൻ ഭംഗിയില്ലെങ്കിലും, എത്ര കരിഞ്ഞാലും ആ ഒരു അപ്പത്ര ടേസ്റ്റ് നമുക്ക് നമ്മളെ വീട്ടിലത് എത്ര ഉണ്ടാക്കിയാലും കിട്ടില്ല. അത്ര ടേസ്റ്റഡ് ആ അപ്പം. സൺഡേ ആണെങ്കിലും വലിയ തിരക്കൊന്നും അമ്പലത്തിലില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഭയങ്കര ഫ്രീഡത്തിലാണ്. അത് ഊരാനായില്ല, അത് ആൺകുട്ടികൾ മാത്രം ഊരുള്ളൂ, പെൺകുട്ടികൾ ഊരിലെ പൊന്നെ കുപ്പായൊന്നു. ചെക്കന്മാരൊക്കെ അമ്പലത്തിനുള്ളിൽ കയറാൻ കുപ്പായ ഒരുപ്പോൾ അന്നൂന് എങ്ങനെയെങ്കിലും കുപ്പായ ഒരാളെ പണി കേട്ടോ. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇക്വാലിറ്റി എന്ന് പറഞ്ഞിരിക്കണം അമ്മ. ഈ കാര്യത്തിൽ മാത്രം പാർഷ്വാലിറ്റി കാണിക്കാൻ പാടുണ്ടോ എന്നാണ് ഓളുടെ വിചാരം ഗൈസ്. അങ്ങനെ തൊഴലും വഴിപാടും ഒക്കെ കഴിഞ്ഞ് തേങ്ങ കൊടുത്ത് പ്രസാദം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട ഗൈസ്. സാധാരണ അമ്പലത്തേക്ക് കയറുമ്പോഴാണ് കയ്യും കാലം മുഖം കഴുകല്. പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റിക്ക് അമ്പലത്തേക്ക് നിന്ന് ഇറങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ കയ്യും കാലം മാത്രം കഴുകിയത് അപ്പൂന് അത്ര തൃപ്തിയില്ല. അപ്പോൾ ഓൻ്റെ അപ്പൻ പറഞ്ഞിട്ട് ഫുള്ള് മേൽ മൊത്തമാണ് കഴുകി. ഒരു കുളിയനെ വാസകി ഗൈസ്. അപ്പോഴേക്കും മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടാ. അപ്പോൾ അവിടെയുള്ള ചെറിയ ബസ് സ്റ്റോപ്പ് കയറിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഉണ്ണിയപ്പവും അപ്പമൊക്കെ എടുത്ത് തിന്നിട്ടാ. ഒന്നും ആയില്ലെന്ന് കണ്ടപ്പോൾ അവിടെ തൊട്ടടുത്ത് 2-3 ചേച്ചിമാരടുത്ത് തട്ട് കിടന്നത്. രുചി എന്നാണ് തട്ടിടൻ്റെ പേര്. ആദ്യം ചെറിയൊരു ചായയാണ് പറഞ്ഞത്. ചായ മൂഞ്ചെങ്കിലും കടിയൊക്കെ സൂപ്പർ ഉണ്ടാവും. 30 രൂപയ്ക്കാണ് 3 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹോംലി ഫുഡാണ്. നമ്മളെ അമ്മമാരൊക്കെ ഉണ്ടാക്കേണ്ട പോലത്തെ ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നല്ല വൃത്തി ചായ കുടിച്ച് മക്കൾക്കും ചായ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എത്തുമ്പോൾ ഗൈസ്, ഇറ്റ്സ് മീ സനി ആൻഡ് ടീംസ്. ബൈ.